ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പീനട്ട് ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും അതേപോലെ തന്നെ ബ്രെഡിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 700 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു 10 പച്ചമുളക്, ഒരു ഹാഫ് ലെമൺ ജ്യൂസ്, പിന്നെ വേണ്ടത് 2 സവാള ഫ്രൈ ചെയ്തത്, ഒരു 1/2 കപ്പ് പീനട്ട് അത് റോസ്റ്റ് ചെയ്തതാണ്, പിന്നെ 1/2 കപ്പ് തൈര്. മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ആദ്യമേ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു മല്ലിയില, പുതിനയില, പച്ചമുളക്, തൈര് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത സവാളയും കടലയും കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ച മല്ലിയില, പുതിനയില, പച്ചമുളക്, പിന്നെ നമ്മൾ കടലയും സവാളയും കൂടെ അരച്ച് വെച്ചായിരുന്നു, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവിക്കാനായിട്ട് ഞാൻ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരമാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കിയ ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫാക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ഗ്രീൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.